ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അക്കൂനെ മാറ്റിയിട്ട് നമ്മൾ അതുപോലെ തന്നെ കൂട് കഴുകി തറയൊക്കെ ഒന്ന് കഴുകി കേട്ടോ. എന്നാലും നമ്മൾ അടുക്കള പണി ചെയ്യുമ്പം ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കേണ്ടി വരും. അപ്പം മോൾ ഇതെല്ലാം കഴുകിയിട്ടാണ് നമ്മൾ ചപ്പാത്തി ഇടാനൊക്കെ നിന്നത്. അപ്പം പാല് കാച്ചുന്നുണ്ട്, കുറച്ച് അക്കൂനും കൊടുത്തു. അപ്പോൾ ഇന്ന് ചേട്ടന് പുറത്ത് കുറച്ച് പണികളുണ്ട് കേട്ടോ. നമ്മളെ ഗേറ്റ് അകത്തുനിന്ന് അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റത്തില്ല. പിന്നെ ആണെങ്കിൽ കോർപ്പറേഷനിലെ പൈപ്പ് ഇട്ടപ്പോൾ അവിടെ എല്ലാം തല്ലി പൊട്ടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുന്നത്, വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഗേറ്റൊക്കെ ഇളക്കി. മോന് പോകണ്ടായിരുന്നു, പരീക്ഷ തുടങ്ങിയത് കാരണം ഇടയ്ക്കിടയ്ക്കേ ക്ലാസ്സുള്ളൂ. അപ്പോൾ അവനൂടെ നിൽക്കുന്ന ദിവസം ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഗേറ്റ് ഊരണമായിരുന്നു, പിന്നെ തറയിൽ മെറ്റിലും മണ്ണും എല്ലാം കുഴയ്ക്കണ്ടേ. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ലല്ലോ, 2 പേര് വേണം. അക്കു ആ സമയം കൊണ്ട് മേളിൽ കയറി കേട്ടോ, കൂട്ടിയിട്ട് അടയ്ക്കാതിരിക്കാൻ വേണ്ടി. വിളിച്ചിട്ടൊന്നും ഒരു തരത്തിൽ തടയ വരില്ല. മോള് പിന്നെ ചപ്പാത്തിയും എന്താ പറയുക മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ അങ്ങ് ഒതുക്കി കേട്ടോ. പിന്നീട് ഇനി മീൻകറി ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പണികൾ നോക്കുന്നുണ്ട്. മോള് പിന്നെ ചപ്പാത്തി കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം ചേട്ടന് കൊണ്ടുപോകാൻ നേരം തീയലും ചമ്മന്തിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ പിന്നെ അപ്പോഴത്തേക്ക് അടുത്ത പണികളൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഞാൻ പിന്നെ തറ അകത്ത് വരണം, പുറത്തും കുറച്ച് ഇങ്ങനെ സ്ലോപ്പ് പോലെ ആക്കണം. എന്ന് വെച്ചാൽ വണ്ടി കയറാൻ പാട്. അപ്പോഴത്തേക്ക് ഞാൻ തലേന്നത്തെ മീൻകറി ചൂടാക്കി, പിന്നെ തീയലിനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചു. അപ്പോൾ കുക്കറി വെക്കാമെന്ന് വിചാരിച്ചു. എണ്ണ ഒഴിച്ച് വഴറ്റി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് സോയാബീൻ ഇട്ടാണ് തീയിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ച് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ മോള് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ കുക്കറി വെക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ, സോയാബീൻ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആ മുട്ടക്കറി കൂട്ടി അവൾ കഴിക്കാൻ മുടിയുടെ കാര്യം ക്യാമറ നോക്കി പറയുകയാണ് കേട്ടോ. മുടി കുറച്ച് പൊങ്ങിപ്പോയോ? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ചേട്ടനവിടെ പണിയെടുക്കുന്നതുകൊണ്ട് മോനായിട്ടാണ് കൊണ്ടാക്കുന്നത്. അങ്ങനെ അവൾ പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി വന്നു. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ലേ, അതിന് ഗേറ്റ് റെഡി ആവണമെങ്കിൽ കുറേ താമസമുണ്ട്. വെളിയിലും ഞാൻ പറഞ്ഞില്ലേ സ്ലോപ്പ് പോലെ കുറച്ചിട്ടില്ലേ, വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൊങ്ങിപ്പോയി, പിന്നിലെ പൊട്ടിച്ചിട്ട ഭാഗം കയറാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ദിവസം കൊണ്ട് ചേട്ടൻ പറയുന്നു. പക്ഷെ 2 പേര് വേണം, അതുകൊണ്ടാണ് പിന്നെ മോനും കൂടെ ഉള്ളപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ അവർ 2 പേരും പോയി കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എൻ്റെ പണികൾ സോയാബീൻ എടുത്ത് വെള്ളത്തിയിട്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി പിഴിഞ്ഞൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എന്താ പറയുന്നത്, നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് തീയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മെറ്റിലിട്ടതിൻ്റെ പുറത്ത് കുറച്ചില്ല എന്താ പറയുന്നത്, സ്ലോപ്പ് വരാൻ വേണ്ടി ചേട്ടൻ സിമൻറ്റ് കലക്കി ഇങ്ങനെ എന്താ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങ് വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സോയാബീൻ തീയൽ വെക്കണം. അപ്പോൾ ഇതിനകത്തിട്ട പൊടികളെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറി മസാല അതൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ തീയൽ എന്ന് വെച്ചാൽ ചോറ് തിന്നുണ്ട്. ഇതൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോനും ഇഷ്ടമാണ്, മോൾക്കും ഇഷ്ടമാണ്. ചേട്ടന് വലിയ പാടാട്ടോ, ചേട്ടന് മീൻ തന്നെ വേണം. പിന്നെ ഇത് ചേട്ടൻ പുറത്ത് വന്ന് നമ്മളെ ബാക്ക് വശത്ത് എലി തുരന്ന ഭാഗമുണ്ടല്ലോ, എപ്പോഴും എലി തുരക്കൽ തന്നെ കേട്ടോ. അങ്ങനെ അവിടെ കുറേ സിമെൻറ്റൊക്കെ വാരി തേച്ച് അങ്ങ് റെഡിയാക്കുവാണ്. പക്ഷേ പിറ്റേന്ന് വിചാരിച്ച് കുഴിച്ചിടുന്നു, എന്തായാലും കുഴപ്പമൊന്നും പറ്റിയില്ല. നമ്മൾ തറയോട് ചേർന്ന് അപ്പുറത്തെ മതിലിനോട് ചേർന്ന് കേട്ടോ. അവിടെ ഭയങ്കര കുഴിയായിരുന്നു, ആ സൈഡ് കൊണ്ട് ഇപ്പുറ സൈഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം സിമെൻറ്റ് നമ്മൾ ഇടുമ്പോഴല്ലേ ഒന്നിച്ചല്ലേ നമ്മളെല്ലാവരും ഇടാൻ പറ്റും. കുറേ നാളുകൊണ്ടേ ഇങ്ങനെ ഊട്ടയായിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് പേടിയാട്ടോ, കാവ് കിടക്കുന്നതുകൊണ്ട്. അപ്പോഴാ തേങ്ങാപ്പാൽ പിഴിഞ്ഞു. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സോയാബീൻ 2ആയിട്ട് മുറിച്ചിട്ട് അങ്ങ് പുരട്ടി പൊരിക്കുകയാണ് കേട്ടോ. പൊരിക്കാൻ നോക്കിയപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ തീയലിൻ്റെ മലക്കറി മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നില്ലേ, അതിനകത്തോട്ട് ചേർത്ത് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു പിസിൽ കേൾപ്പിച്ചിങ്ങ് എടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല എന്താ പറയുക, ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് അലന്നു പോകത്തില്ല. അല്ലെങ്കിൽ അങ്ങ് ഇത് പെട്ടെന്ന് അലന്ന് എന്താ പറയുന്നത് വെന്ത് കുഴഞ്ഞു പോകും കുക്കറിൽ വെക്കുന്നത് കൊണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഒരു പിസിൽ കേൾക്കുന്ന മുമ്പ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെന്ത്. ഇവിടെ പിന്നെ തീയൽ നല്ല കുഴഞ്ഞിരിക്കുന്ന കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും എന്ന് വെച്ചാൽ മക്കളും ഞാൻ, ചേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല ഇതിനോടൊന്നും. അവർക്ക് കുറച്ച് മീൻചാറ് തന്നെ വേണം. പിന്നെ ഇല്ലാത്തപ്പം ഉള്ളതൊക്കെ വെച്ച് എന്താ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അത് അടച്ചിട്ടാണ് പിന്നെ ഞാൻ അവിടുത്തെ പിന്നെ പണികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പം ചേട്ടൻ അവിടെ സിമൻറ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് കേട്ടോ, സിമൻറ്റിൻ്റെ പൊടിയൊക്കെ പോകാനായിട്ടേ. അങ്ങനെ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങ് ഉറച്ച് പോകും, അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു ഇതായിട്ട് കിടക്കുവാണ്. അങ്ങനെ ആ വിസിൽ വരുമ്പോൾ ഞാനങ്ങ് അണച്ചപ്പോൾ തീയലൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തീയലും എടുത്തു, നമ്മൾ 2 ചപ്പാത്തിയും പിന്നെ 2 ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ ചേർത്ത് അങ്ങ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ചേട്ടൻ പോയി. പിന്നെ മോന് സുമാറ്റയ്ക്ക് പോയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി കേട്ടോ. അപ്പോഴിതാ ഇവിടെ എല്ലാം വൃത്തിയാക്കി. മകൾക്ക് പിന്നെ രാവിലെ ഒരു സമയമില്ല കേട്ടോ. അവൾ രാവിലെ 9 മണിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ സമയമില്ല. അപ്പോൾ പിന്നെ ഞാനാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. തറയൊക്കെ കഴുകിയിട്ട് ആവുമെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് ചെയ്യാമല്ലോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വേദനയുള്ളൂ, അതിനെ കുനിയുമ്പോഴും കിടക്കുമ്പോഴും അങ്ങനെ. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പം തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്.
അപ്പോൾ അതിനി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തുണി കഴിവായിട്ട് തുണി വിരിച്ചിട്ട്, അപ്പോൾ എൻ്റെ കോലം കണ്ട മൊത്തം നനഞ്ഞിരിക്കും. പൊടിയൊക്കെ അടിച്ച് തൂത്തൊക്കെ ഇട്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്യാം. പിന്നെ അതാ പുറം ഒന്നും ചേട്ടൻ രാവിലെ പണിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് കഴുകിയിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ നല്ല വെള്ളം ഒഴിച്ചും കഴുകി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സിമൻറ്റ് പൊടി എത്രയും അകത്തോട്ട് കയറുമെന്ന് വെച്ചിട്ട് ചേട്ടൻ ജസ്റ്റ് ഒന്ന് കഴുകിയില്ലേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ചെയ്ത് TV ഇട്ടേക്കും കേട്ടോ. അത് മൊത്തവും കണ്ടില്ല. ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്ന ഞാൻ, പക്ഷേ അത് ഫുള്ള് കണ്ടില്ല. എൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ച് ജോലി അതൊക്കെ കുളിച്ചിട്ടിരുന്ന സമാധാനം ഉണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ നിർത്തി വച്ചേക്കുന്നു. നിർത്തിവെച്ച് യൂട്യൂബിനകത്ത് കാണുന്നത് കേട്ടോ. മറ്റേ TV ചാർജ് ചെയ്തില്ല. നമ്മൾ വൈഫൈ എടുത്തിട്ട് യൂട്യൂബിലുള്ള സിനിമകൾ അത്രയും കാണുന്നത്. അപ്പം നിങ്ങളെയൊക്കെ വീഡിയോകൾ ഞാൻ കൂടുതലും ഇപ്പോൾ TV കാണുന്നത് കേട്ടോ. കാരണം മൊബൈലിലാകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാനും ഞാൻ എൻ്റെ മൊബൈലിനകത്ത്, അതുകൊണ്ടാണ് കൂടുതലും കമൻറ്റ് ഇടാത്തത്. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? നിങ്ങൾക്ക് സുഖമാണോ? എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ. അപ്പം ഞാൻ ഇനി കുളിച്ച് ചോറൊക്കെ കഴിക്കണം. അങ്ങനെ എല്ലായിടം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടാണ് പിന്നെ ഞാൻ വന്ന് കുളിച്ചിട്ട് ചോറൊക്കെ കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ വൃത്തിയാക്കി കിടന്നാലേ ഒരു സമാധാനമുള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഷീറ്റൊക്കെ നല്ല ചുളുക്കില്ലാതെ കിടക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.